നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിൻ്റെ മോർണിംഗ് ലൈവ് സെഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ലൈവിലേക്ക് പോകാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക. ട്രേഡിങ്ങിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും പഠിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കണമേ എന്ന റിക്വസ്റ്റോടു കൂടി നമുക്ക് തുടങ്ങാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ട് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ അങ്ങനെയുള്ള ഏരിയാസൊക്കെ വളരെ ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നിഫ്റ്റിയിൽ മാത്രമല്ല, നമുക്ക് F&O സെഗ്മെൻറ്റ്, ഫോറക്സ്, കൊമോഡിറ്റി, ക്രിപ്റ്റോ ഏതിലും നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. എൻട്രി, എക്സിറ്റ്, സ്റ്റോപ്പ് ലോസ് എവിടെ ട്രെയിൽ ചെയ്ത് വെക്കണം, കൺസോൾട്ടേഷൻ എവിടെയാണ്, മാക്സിമം ഹോൾഡ് ചെയ്താൽ എവിടം വരെയൊക്കെ പോകാം, ഏത് ടൈം ഫ്രെയിമിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നമ്മൾ പ്രൈസ് ആക്ഷൻ മെത്തേഡിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഫോളോ ചെയ്യുന്നൊരു ചാർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ്, അപ്പോൾ ഇതിനെപ്പറ്റി പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഇവിടെ ഐ ബട്ടണിൽ ഞാനൊരു വീഡിയോ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കാണാം. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക, മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്യുക, മൊത്തത്തിലൊന്ന് ഫോളോ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിത് പഠിച്ചാൽ കൊള്ളാം. നിങ്ങളുടെ ലോസ് കുറക്കാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റിലേക്ക് പോകാനായിട്ടോ ടെൻഷൻ കുറച്ചൊക്കെ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് മാറി ചിന്തിക്കണമെന്നുള്ള തോന്നലുണ്ടെങ്കിൽ ഇത് പഠിക്കാനായിട്ട് എന്നെ വിളിക്കാം. മനസ്സിലാക്കാനായിട്ടാണെങ്കിലും വിളിക്കാം. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതേപോലെ ഒരു പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു 1.5-2 വർഷത്തെ ഡാറ്റാസ് അതിൽ അവൈലബിളാണ്. അത് മൊത്തത്തിൽ നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ ഈ ചാർട്ടിൻ്റെ അക്യുറസി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ശേഷം നമുക്ക് ഞാൻ നിഫ്റ്റി ഓപ്ഷൻ ബയറാണ്. നിഫ്റ്റിയുടെ ലൈവ് രാവിലെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. രാവിലെ 9:15 തൊട്ട് 11 മണി വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയും. എന്താണ് ആ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഓവർ ട്രേഡ്, റിവഞ്ച് ട്രേഡൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശീലമാണത്. അത് ഞാനൊരു 5-8 മാസമായിട്ടുള്ള ശീലമാണ്. അതിന് മുമ്പുള്ള ഇടയ്ക്കുള്ള സമയത്തൊന്നും അങ്ങനെ പൊതുവേ നോക്കാറില്ല പ്രോഫിറ്റ് ആണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു ലൈവ് റൂമിലേക്ക് നിങ്ങൾ ഓവർ ട്രേഡ് ചെയ്യുന്ന ആളുകളാണ് അല്ലെങ്കിൽ റിവഞ്ച് ട്രേഡ് ചെയ്യുന്ന ആളുകളാണ്, രാവിലെ പ്രോഫിറ്റ് എടുത്ത് വൈകിട്ട് ലോസ് ആക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ, വളരെയധികം മാനസിക ബുദ്ധിമുട്ടോടു കൂടി ട്രേഡ് ചെയ്യുന്നവർ, അപ്പോൾ അങ്ങനെയുള്ള ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ പറ്റാത്ത ആൾക്കാർ പലരും ആഗ്രഹിച്ചു കാണും. ഒന്ന് ഡിസ്കസ് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ലോസ് കുറക്കാമായിരുന്നു എന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് റിസൾട്ടിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ലൈവ് കണ്ടക്ട് ചെയ്യുന്നത്. ഒരിക്കലും ഒരു കോളോ ടിപ്പോ പ്രതീക്ഷിച്ച് ആരും വരരുത്. ഞാൻ ഇന്ന സ്ഥലത്ത് എടുക്കൂ, ഇന്ന സ്ഥലത്ത് വിൽക്കൂ എന്ന് ഞാൻ പറയാറില്ല. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അനലൈസാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പകരം ഞാൻ അനലൈസ് ചെയ്യുന്നു, അത് നിങ്ങൾ അനലൈസ് ചെയ്യുന്നതായിട്ട് വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു തീരുമാനം എടുത്ത്, ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ പോകെ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ട്രേഡറായിട്ട് മാറാനുള്ള പോസിബിലിറ്റി ലൈവിലുണ്ട്. അപ്പോൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരും നേരിട്ട് വിളിക്കുക. മെസ്സേജ് ഞാൻ അധികം അങ്ങനെ റെസ്പോണ്ട് ചെയ്യാറില്ല. മെസ്സേജ് അയച്ചാലും ഞാൻ വിളിക്കാനേ പറയത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ എനിവേ എല്ലാവർക്കും ഈ ഫ്രൈഡേ, ഇന്ന് ഈ ആഴ്ചത്തെ അവസാനമാണ്, ഒരുവിധം എല്ലാവരും പ്രോഫിറ്റബിൾ ആണ്. നല്ല മൂവൊക്കെ കിട്ടിയൊരു വീക്കാണ്. അപ്പോൾ ഇന്നും നല്ല രീതിയിൽ മൂവ് കിട്ടട്ടെ. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് എടുത്തിട്ട് ചാർട്ടിനെ റെസ്പെക്റ്റ് ചെയ്ത ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ട്രേഡിങ് അവസാനിപ്പിച്ചുകൊള്ളാം എന്നുള്ള ആ ഒരു പ്രാർത്ഥനയും ദൃഢനിശ്ചയത്തോടു കൂടിയും നമുക്ക് ലൈവിലേക്ക് പോവാം. ഓക്കെ, സമയം 9:07 ആയിട്ടുണ്ട്. നമ്മൾ 17 പോയിൻ്റ് മാർക്കറ്റിൽ ഇന്ന് ഗ്യാപ്പ് അപ്പ് ഉള്ളൂ. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ സാധാരണ നമ്മൾ ലൈൻസാണ് പറയാറുള്ളത്, പക്ഷേ ഇനി കുറച്ച് നാളത്തേക്ക് ഇത്തിരി വെറൈറ്റി ആയിട്ട് മാറി ചിന്തിക്കാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ കാര്യങ്ങളിലേക്ക് നമുക്ക് പോയി നോക്കാം. അപ്പോൾ എനിവേ നമ്മൾ ഇന്നലെ 2 സെപ്പറേറ്റ് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ലൈൻ, അതിൻ്റെ കളറൊന്ന് മാറ്റാം. ഏത് കളറായിരുന്നു ഇട്ടത്? ഓക്കെ, ഇന്നലെ നമ്മൾ 2 ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. 24,445 താഴത്ത് 24,362 നമ്മൾ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 17 പോയിൻ്റാണ് മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ഉണ്ടായിരിക്കുന്നത്. 24,416 24,416 പ്ലസ് 17 പോയിൻറ്റ് 24,433 അപ്പോൾ 24,433 എന്ന് പറയുമ്പോൾ നമ്മൾ വരച്ച് വെച്ചിരിക്കുന്നത് 24,445. ഒരു 10 പോയിൻ്റ് ഇൻഡെക്സിലൊക്കെ കയറുക എന്ന് പറഞ്ഞാൽ അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. പെട്ടെന്നായിരിക്കും കയറി ഇറങ്ങണേ. അപ്പോൾ നമുക്കിനി ട്രെൻഡ് ഓൾറെഡി 30 മിനിറ്റിൽ അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത്. 50 മിനിറ്റ്സിലേക്ക് നമ്മൾ ഓൾറെഡി ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാ, ഈ ഫ്യൂച്ചറിലല്ല,
ഇൻഡെക്സിൽ ഓൾറെഡി നമ്മൾ ഇന്നലെ വൈകിട്ടത്തെ ലൈവിലാണെങ്കിലും നമ്മൾ പറഞ്ഞ് വെച്ചൊരു കാര്യമുണ്ട്. അതായത് 24,438 മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടില്ല. കാരണം അതിന് മുമ്പ് 24,427 എന്നുള്ള ഒരു ലെവൽ നിൽക്കുന്നത് കൊണ്ടാണ് മാർക്കറ്റ് 24,438 അവിടെ ഒരു റിജക്ഷൻ വന്നത്. അപ്പോൾ ആ ഒരു ഏരിയ ഫില്ല് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്നലെ ഓൾറെഡി പറഞ്ഞു ഗ്യാപ്പ് ഡൗൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അതിന് വലിയ ഡെപ്ത് ഉണ്ടാവില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50 പോയിൻറ്റോ 100 പോയിൻ്റ് ഒന്നും ഡെപ്ത് ഉണ്ടാവില്ല. കാരണം 24,438 മുകളിലും 24,393 താഴത്തും ഉള്ളത് കാരണമാണ് വലിയ ഗ്യാപ്പ് ഉണ്ടാവില്ല എന്ന് പറയുന്നത്. ഒരു മാഗ്നറ്റ് അടുത്തുള്ളപ്പോൾ ഇരുമ്പ് വസ്തു എന്തായാലും അങ്ങോട്ട് ചാടിപ്പിടിക്കാനായിട്ട് ശ്രമിക്കത്തുള്ളൂ. ഏത് ഭാഗത്തേക്കാണെന്ന് ഇപ്പം സെൻട്രൽ പൊസിഷനിൽ നിൽക്കുന്ന കാരണം ഇത് രണ്ടും ഈക്വൽ ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ ഒരു ഡൗട്ട് ഏതിലേക്കാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞത്. നേരെ മറിച്ച് ഒരു 70-80% അപ്പിലാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം, ഒരു ഗ്യാപ്പ് അപ്പ് ആണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നും 17 പോയിൻ്റ് ഗ്യാപ്പ് അപ്പ് ഉള്ളൂ. അപ്പോൾ 24,427 താഴെ ക്യാൻഡിൽ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രം നെക്സ്റ്റ് വരുന്ന ക്യാൻഡിൽ ഡൗണിലേക്ക് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് 24,393 വരത്തുള്ളൂ. നേരെ മറിച്ച് മാർക്കറ്റ് ആദ്യത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് 24,438 തന്നെ നിൽക്കുകയാണെങ്കിൽ അവിടെ മെജോറിറ്റി 2-3 ക്യാൻഡിൽ കൺസോൾട്ടേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ 24,445 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ആയിട്ട് നിൽക്കണം. എങ്കിൽ മാത്രമാണ് പിന്നെ ഒരു അപ്പർ മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. അതും 24,472. അപ്പോൾ ആദ്യത്തെ പോയിന്റിൽ ചെറിയ ഒരു സ്കാൽപ്പിങ് 3-4 പോയിന്റ് തൽക്കാലം എടുത്ത് സേഫ് ആവാം. അപ്പം നമ്മൾ ആലോചിക്കുന്നത് 21 പോയിന്റ്. അതാണ് ഇന്ന് നമുക്ക് ഇന്നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 21 പോയിന്റ് ആയി കഴിയുമ്പോൾ നിർത്താനായിട്ട് മാക്സിമം ശ്രമിക്കുക. 21 പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ട്രേഡിങ് നിർത്താനായിട്ട് കുറച്ച് ദിവസം ഒന്ന് ശീലിക്കണമെങ്കിൽ നമുക്ക് ഡിസിപ്ലിൻ ട്രേഡറായിട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ 21 പോയിന്റ് എടുക്കുക. ബാക്കി മാർക്കറ്റിനെ വാച്ച് ചെയ്തിട്ട് മാർക്കറ്റ് പോണതും വരണതൊക്കെ നമ്മൾ കാണണം. കണ്ട് നമ്മുടെ മനസ്സിനെ ഇപ്പം മുമ്പത്തെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രേഡർ ഒരു എൻട്രി എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 100-200 പോയിന്റ് പോകുമ്പോൾ നമുക്ക് കുറ്റബോധമാണ്. നമുക്ക് നമ്മളോട് തന്നെ ഒരു വെറുപ്പൊക്കെ നമുക്ക് തോന്നും. അയ്യോ എനിക്കത് ഹോൾഡ് ചെയ്തായിരുന്നെങ്കിൽ എനിക്കത് പ്രോഫിറ്റബിൾ ആയേനെ. ആ വെറുപ്പാണ് നമ്മളെ സ്ട്രാറ്റജിയിൽ നിന്ന് മാറ്റാനായിട്ട് പലപ്പോഴും പ്രേരിപ്പിക്കുന്നത്. പല സ്ട്രാറ്റജീസിൻ്റെ പുറകെ പോകാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത് മാക്സിമം കിട്ടാത്തത് കൊണ്ടിട്ടുള്ള കുറ്റബോധമാണ്. അപ്പോൾ നമ്മൾ കണ്ട് ശീലിക്കണം. മാർക്കറ്റ് ചിലപ്പോൾ 500 രൂപയിൽ നിന്ന് 1000, 2000, 3000 ഒക്കെ പോണതും ഇറങ്ങണതും ഒക്കെ നമ്മൾ കണ്ട് ശീലിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ മനസ്സ് ഒരു കല്ലായിട്ട് മാറണം എന്നുള്ളതാണ് ഞാൻ പഠിച്ച കാര്യങ്ങൾ. ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല പറയാനായിട്ട്. അപ്പോൾ നമ്മൾ അടുത്തൊരു 3-4 ദിവസം കൊണ്ട് ഈ മാസം തീരാനായിട്ട്. അപ്പോൾ ഈ 4 ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യം 21 പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ട്രേഡിങ് നിർത്തുക. എന്നിട്ട് അടുത്ത മാസം ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് 21 പോയിന്റ് എടുത്തിട്ട് ട്രേഡ് നിർത്താനായിട്ട് തീരുമാനിച്ചാൽ പിന്നീട് അങ്ങോട്ട് കൂടുതൽ പോയിൻ്റൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. ആ ലെവലിലേക്കൊക്കെ നമുക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി സ്ട്രൈക്കൊക്കെ നേരത്തെ തന്നെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇന്ന് ഏകദേശം ഒരു ന്യൂട്രൽ ഓപ്പൺ ആണെന്നുള്ള ഒരു ബോധം ഉള്ളത് കൊണ്ട് തന്നെ 162, അതായത് 24,400 CE, അതേപോലെ തന്നെ 24,500 PE ആണ് സെലക്ട് ചെയ്ത് വെക്കേണ്ടത്. ഇതിൽ സെലക്ട് ചെയ്തിട്ടില്ല. 24,400 CE അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് തന്നെ സെലക്ട് ചെയ്താൽ മതി, വലുതിൻ്റെ പുറകെ പോകണ്ട എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ വലിയ മൂവ്മെൻറ്റ്, അതായത് സ്ട്രൈക്കിൽ വലിയ മൂവ്മെൻ്റ് ഒന്നും വരാനായിട്ടുള്ള പോസിബിലിറ്റി ന്യായമായിട്ട് കാണുന്നില്ല. കാരണം ഓൾറെഡി ഈ ഒരു കൺസോളേഷൻ സോണിലാണ് നിൽക്കുന്നത്. അപ്പോൾ മറ്റേത് കൺസോളേഷൻ സോണിലേക്ക് ഫ്യൂച്ചർ പോയാലും ഈ സ്ട്രൈക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ 150 താഴത്തേക്ക് വന്നാൽ മാത്രമേ നമ്മൾ സീനെ പറ്റി പേടിക്കേണ്ട കാര്യമുള്ളൂ. 150 താഴത്തേക്ക് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് ഡൗൺ ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ. അതാണ് അതിൽ പറയാനുള്ളത്, സിയിൽ പറയാനുള്ളത്. മാക്സിമം 170 വരെ പോകാം. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് ഔട്ട് ആയാലാണ് പിന്നെ മാർക്കറ്റ് ഒരു വിക്ക് അടിക്കാനുള്ള ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 179. അപ്പോൾ ഈ മൂവ്മെൻറ്റ് ഓപ്പണിൽ തന്നെ നമുക്ക് ഒരു പോയിന്റ് കിട്ടുവാണെങ്കിൽ 170 റിജക്ഷൻ ഏരിയ, അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ 179 വരെ മാർക്കറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ പിയിൽ എവിടെ സപ്പോർട്ട് എടുക്കും എന്നുള്ളതാണ്, അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ
നോക്കണ്ട്. പിയിൽ സപ്പോർട്ട് എടുക്കാനുള്ള ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം സപ്പോർട്ട് എടുക്കാനുള്ള ഏരിയ 191 മാക്സിമം സപ്പോർട്ട് എടുക്കാനുള്ള ഏരിയ. 191 താഴത്തോട്ട് ഫാള ക്യാൻഡിൽ 70% എങ്കിലും ക്ലോസ് ആയാൽ മാത്രമാണ് ഒരു ഡൗൺ ഉണ്ടാവത്തുള്ളൂ. കാരണം ഇതൊരു ഇവിടെ വന്നിട്ടുണ്ട് ഓൾറെഡി. ഗ്യാപ്പ് ഫില്ല് ചെയ്യാനൊക്കെ ഓൾറെഡി കിടപ്പുണ്ട്. ആ ഗ്യാപ്പാണ് ഫില്ല് ചെയ്തേക്കണം. അതിൻ്റെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 184. അപ്പോൾ മാർക്കറ്റ് ഏതാണ്ടൊക്കെ ഓപ്പൺ ആവാറായിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് ഒരു ഒറ്റടിക്കാണ് നമ്മൾ പറഞ്ഞ 170 മാർക്കറ്റ് പോയത്. $195 ലെവല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സപ്പോർട്ട് 191 184 ഒക്കെയാണ് പിയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സിയിൽ നമ്മൾ മാക്സിമം പോകാൻ പോകുന്ന ലെവൽ പറഞ്ഞത് 170 പക്ഷേ നമ്മൾ സ്ലോ മൂവ്മെൻ്റ് അല്ലായിരുന്നു. സ്ലോ മൂവ്മെൻ്റ് അല്ലാത്തത് കാരണം 170 വരെ വന്നിട്ടുള്ളൂ. 170 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സി 175 179 വരെ പോകും. $172 എന്തേ പോകാഞ്ഞു എന്നാണ് ആലോചിക്കണം. 172 174 175 180 178 178 179 180 ഇനി 185 181 183 184 ഓക്കെ 184 90 തിരിച്ച് എപ്പോഴും വേണമെങ്കിലും വരാട്ടോ 185. അപ്പോൾ RSI സ്റ്റിൽ പിയിലാണ് നിൽക്കണേ. അപ്പോൾ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് സമയം ഉണ്ടായിരുന്നു. നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച 2 ലെവലാണ് 170 തൊട്ട് 180 84 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ആദ്യം ഒരു സ്കിപ്പ് ചെയ്യൽ എന്തായാലും നടക്കത്തുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. മെജോറിറ്റി സിയിലേക്കാണ്. ഇനി 185 മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് പോകാനുള്ളത് 193. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് 15 മിനിറ്റിലേക്ക് മാറ്റുന്നുണ്ട്. 15 മിനിറ്റിൽ എവിടെയെങ്കിലും മുട്ടാനുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു മാർക്കറ്റ് ഇവിടെ എന്തായാലും വരും. പിന്നെ മാർക്കറ്റ് പോയി നിൽക്കുന്നത് 24,470 24,478 ഇഞ്ചി മാർക്കറ്റ് ക്ലിക്ക് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ. RSI ഇവിടെ ഇനി വീണ്ടും ഒരു ക്രോസ് ഓവർ ആവാതെ നമുക്ക് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കാര്യമില്ല. വളരെ ക്വിക്കായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തത് കൊണ്ട് മാത്രമാണ് ആ ഒരു പോയിന്റ് ക്വിക്കായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റിയത്. ആദ്യം തന്നെ മാർക്കറ്റ് ഡൗൺ വന്നു, പിന്നെ ഒന്ന് മുകളിലോട്ട് പോയി, പിന്നെ 170 താഴെ ഒന്ന് സ്ട്രഗിൾ ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ തീരുമാനിച്ചത് 170 ബ്രേക്ക് ചെയ്താൽ 175 185 വരെ പോകാമെന്ന്. അപ്പോൾ 170 മുതൽ 85 വരെ എന്ന് പറയുമ്പോൾ 15 പോയിൻ്റാണ്. 14.90. അതിലൊരു 10 പോയിൻ്റൊക്കെ ഈസി ആയിട്ട് നമുക്ക് രാവിലെ എടുക്കാം. അങ്ങനെയുള്ള തീരുമാനമാണ് ഓൾറെഡി നമ്മൾ രാവിലെ എടുത്തത്. ക്വിക്കാണെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചത് കൊണ്ട് ഈസി ആയിട്ടൊക്കെ നമുക്ക് എടുക്കാം. 185 നിലവിൽ നിൽപ്പുണ്ട്. 184.90 ഹൈ. 164 ഇപ്പുറത്തെ ചാർട്ടാണ്. 184.90 വരെ പോയിട്ടുള്ളൂ. നമ്മൾ പല വീഡിയോസിലും നമ്മളത് കണ്ടിട്ടുള്ളതാണ്. 185 ടച്ച് ചെയ്യാതെ ഒരു 10 പോയിൻ്റ് മിച്ചമിട്ടിട്ട് വന്നേക്കണം. അതിനർത്ഥം ഞാൻ അങ്ങോട്ട് ഇനിയും വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് ചിലപ്പോൾ താഴത്തോട്ട് പോയിട്ടായിരിക്കാം, നേരെ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കാം. ആ 185 കൂടെ ബ്രേക്ക് ചെയ്താൽ ഒരു 192 190 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണേ. അപ്പം അത് ബ്രേക്ക് ചെയ്തിട്ട് എടുത്താലും മതി. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 184.95 ഇട്ടാലും ട്രിഗർ ഇട്ടാലും നമുക്കൊരൊറ്റടിക്ക് മൂവ്മെൻ്റ് ഒക്കെ കിട്ടും. ഇനി എപ്പോഴാണ് നമുക്ക് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത്? പിയിലേക്ക് ഇപ്പോഴൊന്നും ഞാൻ ഇനി കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ 84 ബ്രേക്ക് ചെയ്താൽ 91 കോൺസെൻട്രേഷൻ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഒരു സ്പേസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 177 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 181 ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും വൈറ്റ് ലൈൻ താഴെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് ഏത് നിമിഷവും മാർക്കറ്റ് വരാം. ഒരു ട്രെൻഡ് കണ്ടിന്യൂഷനോ
അങ്ങനെ ഏതെങ്കിലും രീതിയിലൊക്കെ വരാം. ഒരു കാരണവശാലും ഞാനിപ്പോൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. വരും, ഇവിടെ ഒരു ക്യാൻഡലിൻ്റെ വിക്ക് ഇല്ലാതെയാണ് ഡൗണിലേക്ക് പോയേക്കണേ. അപ്പോൾ ഏതായാലും പിയിലേക്കൊക്കെ വരും. അത് എത്രത്തോളം താഴത്തോട്ട് പോയിട്ടാണ് വരുന്നതെന്ന് മാത്രം ആ കാര്യത്തിൽ മാത്രമാണ് ഡൗട്ടുള്ളൂ. 165 ഒരു സപ്പോർട്ടാണ്, 162 ഒരു സപ്പോർട്ടാണ്. ഇപ്പം നിലവിലുള്ള പിയുടെ സി അവിടെ നടന്നോട്ടെ, നമ്മളത് ആ വഴിക്ക് വിട്ടേക്കുവാണ്. നമ്മൾ പിയിലേക്കുള്ള പ്ലാനിങ് എപ്പോൾ നടത്താം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ആലോചിക്കുന്നത്. ഒരു സ്പേസ് ഈസി ആയിട്ട് കണ്ടുപിടിക്കണം. നൂറ്റി 62 സപ്പോർട്ട് സോണാണ്. 162 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഫാളാവത്തുള്ളൂ. ഇതൊരു സപ്പോർട്ട് സോണാണ്. എന്തായാലും ഒരു വലിവ് എന്തായാലും തിരിച്ച് 173 ഇട്ടുണ്ട്. അതെപ്പോൾ അതിൽ പോസിബിലിറ്റി ഉള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ 162 അല്ലെങ്കിൽ നിൽക്കുന്ന ഈ ഒരു 165. അടുത്ത ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫേക്ക് ഡംപ് ചിലപ്പോൾ താഴത്തേക്ക് ഉണ്ടാവാം. അത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ പിയിൽ മൂവ്മെൻറ്റ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ക്യാൻഡിൽ 2 മിനിറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എവിടെ നിന്ന് താഴത്തുനിന്നാണെങ്കിൽ ഒരു 173ലേക്ക് മാർക്കറ്റ് തിരിച്ചു വരും. അത് 185 ബ്രേക്ക് ചെയ്ത് 192 പോയിട്ടാണോ അതോ 185 നിന്നാണോ റിവേഴ്സ് ആവണോ എന്നുള്ള ഒരു ഡൗട്ട് മാത്രമേ നിലവിലുള്ളൂ. നമുക്ക് 2 മിനിറ്റിലേക്ക് 15 മിനിറ്റിൻ്റെ ഒന്ന് മാറ്റാം. RSI സ്റ്റിൽ അപ്പർ സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്രോസ് ഓവറിലൊരു ചെറിയ മടക്കൊക്കെ ഓൾമോസ്റ്റ് വരുന്നുണ്ട്. ഇത് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ തിരിച്ച് കയറി പോണേ. അവിടെ 185 ക്ലിക്ക് ചെയ്യാനും കിടപ്പുണ്ട്. ഓക്കെ, 186, 189 പോട്ടെ. അതാണ് നമ്മളിവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുന്നത്. നമ്മൾ 192 89 ഏതൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ, എന്തായാലും 188. ഇപ്പം 170 നിന്നാണെങ്കിലും 87 17 പോയിന്റിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 89, 90, 91 കുറച്ചും കൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഓക്കെ, 92. ഓക്കെ, നമ്മൾ പറഞ്ഞ ആ ടാർഗറ്റിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ മെജോറിറ്റി പോർഷൻ കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ട്രെയിൽ ചെയ്ത് വെക്കാം. നമ്മൾ പറഞ്ഞത് 21 പോയിൻ്റാണ് നമ്മൾ ഓൾറെഡി രാവിലത്തെ മൂവ്മെൻറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ എൻ്റേതായിട്ടുള്ള ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി കഴിഞ്ഞു. 70 ഇത് 92 വരെ പോയിട്ടുണ്ട്. അപ്പോൾ 70ഉം 22 92 പോയിന്റ്. ഇനി അത് ബ്രേക്ക് ചെയ്താൽ പിന്നെയും പോകും കേട്ടോ, പോകില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ ബ്രേക്ക് ചെയ്ത് ഇനിയും പോകും. RSI ഇവിടെ ക്രോസ് ഓവർ ആവുന്ന വരെ നമുക്ക് സ്പേസ് ഉണ്ട്. പക്ഷേ എൻ്റെ പരിപാടി ഓൾറെഡി 192 എന്ന് പറഞ്ഞാൽ ആ ടാർഗറ്റിൽ ഞാൻ പര്യവസാനിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശരിക്കും കുറച്ചും കൂടെ വരാനുണ്ട്. എങ്ങോട്ടാ? 148 ഇട്ട് കുറച്ചും കൂടെ വരാനുണ്ട്. അത് ചിലപ്പോൾ ഇപ്പോൾ വരില്ല. മുമ്പ് ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇവിടം വരെ പകുതിക്ക് വന്ന് നിന്നു, പകുതിയിൽ നിന്ന് വീണ്ടും റിവേഴ്സായി മുകളിലോട്ട് പോയി, ദെൻ അവിടെ നിന്ന് വീണ്ടും താഴത്തേക്ക് ഡംപായിട്ടുള്ള ചരിത്രങ്ങൾ. അപ്പോൾ 195 ഇട്ട് എക്സ്പാൻഷൻ ചെയ്ത് നിൽപ്പുണ്ട്. അപ്പോൾ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 195 ഇട്ട് പോകും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടൊക്കെ പോകത്തുള്ളൂ. വളരെ ഫാസ്റ്റൊന്നും അല്ല, വളരെ കൂള് തന്നെയാണ്. ഇതിൻ്റെ ഹൈ അതായത് 192.75 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും. പിന്നെ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 184 ഇവിടെ എവിടെയാണ് 184.95 ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കാം. അപ്പോൾ അവിടെ നിന്ന് കയറിപ്പോയാൽ ഒരു ഒറ്റയടിക്കായിരിക്കും ബ്രേക്ക് ചെയ്ത് പോണത്. അപ്പോൾ ആ സിസ്റ്റമാണ് അവിടെ യൂസ് ചെയ്ത്. അതാണ് ഒരു ഒറ്റയടിക്ക് മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിൽ വന്ന് 195.80 ബ്രേക്ക് ചെയ്തിട്ട് ഒറ്റ പോക്ക് നമ്മൾ പറഞ്ഞ ടാർഗറ്റിലേക്ക് പോയത്. അപ്പോൾ 2 ട്രേഡിലായിട്ടാണ് അതിൻ്റെ പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇവിടെ പിയിൽ ഒരു ഗ്രീൻ കാണുന്നുണ്ട്, പക്ഷെ അത് അത്ര വലിയ ഇതൊന്നുമല്ല. ഇതൊരു ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് പി ഫോം ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് അഗെയിൻ 167ലേക്കോ ഞാൻ പറഞ്ഞ 172ലേക്കോ വരത്തുള്ളൂ. കാരണം ഇതൊരു ഇൻ ബിറ്റ്വീൻ സ്പേസിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് വരാനായിട്ട് ശരിക്കും സാധ്യതയുണ്ട് 148ലേക്ക്. ആ 148ലേക്ക് വരുമ്പോൾ
നമുക്ക് ഇവിടെ എൻട്രി എവിടെ നിന്നാണ് പോസിബിൾ? 173 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 175ലേക്കുള്ളൊരു മൂവ് സ്കാൽപ്പ് ചെയ്ത് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ നിന്ന് കുറച്ച് പോകും. എവിടം വരെ പോകും? ഇതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇവിടെ വയലറ്റിലാണ് റെസിസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഇവിടെ 155ലാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അപ്പം അത് മൂവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ 172 വരെ അത് മൂവ് ചെയ്യണമെന്നുള്ളതാണ്. 172. ഇനിയിപ്പോൾ SMA താഴെയാണ് നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ആ ഒരു ബോട്ട് ജെട്ടിയും കാര്യങ്ങളൊക്കെ ഇനി അടുക്കണം. അത് കഴിഞ്ഞിട്ടായിരിക്കും മാർക്കറ്റിൻ്റെ അടുത്ത മൂവ്മെൻറ്റ് വരത്തുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു സിനാരിയോ സ്ഥിരം വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അക്കാര്യത്തിൽ ടെൻഷനൊന്നുമില്ല. ഇതിങ്ങനെ മുകളിലോട്ട് പോണ പോലെ കാണിക്കും. എൻട്രി നമുക്ക് ഇവിടെ നിന്ന് എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിലും കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കണം. കാരണം ഇത് മുകളിലോട്ട് പോകുന്ന പോലെ കാണിക്കും. ചിലപ്പോൾ അതിനേക്കാളും സ്പീഡിലായിരിക്കും ഒരൊറ്റയടിക്ക് ഡംപ് ആവണേ താഴത്തേക്ക് 148ലേക്ക്. കാരണം ഇവിടെ 195 ഓൾറെഡി ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒഴുക്കിനെതിരെ ഒരു അലർട്ട് ആയിട്ട് വേണം, അല്ലെങ്കിൽ മൈൻഡിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 155 എടുത്താലും 155 സ്റ്റോപ്പ് ലോസ് തന്നെയാണ്. ഒരു പോയിൻ്റാണ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ്. അതിനപ്പുറത്തേക്ക് അവിടെ വെക്കാനായിട്ട് പറ്റില്ല. ചിലപ്പോൾ ഒരു സഡൻ ഡംപ് താഴത്തേക്ക് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ആ സഡൻ ഡംപ് താഴത്തേക്ക് വന്നാൽ 192 മുതൽ 195 വരെ, 93 മുതൽ 95 വരെ കിട്ടിയാലും ഇപ്പുറത്തെ സ്റ്റോപ്പ് ലോസ് കവറപ്പ് ചെയ്യാനായിട്ട് പറ്റും. 195 ബ്രേക്ക് ചെയ്താൽ പിന്നെയും മാർക്കറ്റ് മുകളിലോട്ട് പോകും. അപ്പോൾ ഇതൊരു ഇൻ ബിറ്റ്വീൻ സ്പേസ് ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഇൻ കേസ് റിവേഴ്സ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് 172 വരെ കിട്ടാനുള്ള സാഹചര്യം ഉണ്ട്. അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ താഴത്തോട്ട് ഫാളായാൽ 195 എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ബ്രേക്ക് ആയിട്ടില്ല, 192.55 നിൽക്കുന്നത്. ബ്രേക്ക് ആവുകയാണെങ്കിൽ ഒരു ഒറ്റ വിക്ക് അടിക്കത്തേ ഉള്ളൂ. 194.5, 194.9. നമ്മൾ ഇന്നലെയും പല വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവിടെ ബ്രേക്ക് ഔട്ട് ആയിന്നും വെച്ചുകൊണ്ട് എക്സിറ്റ് ആവാനായിട്ട് നിൽക്കണ്ട. ഇവിടെ 192, 93 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 95 ഇട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഇവിടെ ചെറിയൊരു താഴത്തേക്ക് വന്നെന്ന് വെച്ചിട്ട് അതൊരിക്കലും നമ്മളൊരു ഡൗൺ ആയിട്ട് കണക്കാക്കരുത്. ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയും വീഡിയോയിൽ ഞാനത് എടുത്ത് പറയുന്നുണ്ട്. ഡബിൾ ചാർട്ട് ഇടുന്നതിൻ്റെ റീസൺ ഇന്ന കാര്യങ്ങളൊക്കെ കൊണ്ടാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ലോസ് അടിച്ച് പോയെന്ന് വിചാരിച്ചു. അത് സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു എൻട്രിക്ക് പോസിബിലിറ്റി ഉള്ളത് 148 ഭാഗത്താണ്. പിന്നെ ഒരു എൻട്രിക്ക് പോസിബിലിറ്റി ഉള്ളത്. ഇതൊരു പിൻബാറാണ്, അതൊരു പോസിറ്റീവ് സൈനാണ്. ബട്ട് ഒരു വിക്ക് താഴത്തേക്ക് ഉണ്ടായാൽ അടുത്ത ഏരിയ എന്ന് പറഞ്ഞാൽ 148ആണ്. ഇവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ച് പൊക്കോട്ടെ. ഇനി വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇടാം 153. ഇനി വേണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടാം. കാരണം ഇവിടെ ഒരു കറക്ഷൻ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് അത് അടിച്ചു പോയാൽ ആ പോയിന്റ് ഇപ്പുറത്ത് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. PL നമുക്ക് ഒരിക്കലും ഒരു പോസിബിളായിട്ടുള്ള ഒരു എൻട്രി അല്ല. അവിടെ ഒരു പരീക്ഷണം നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇൻ ബിറ്റ്വീൻ സ്പേസിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇൻ കേസ് കയറിപ്പോയാൽ അങ്ങ് കയറിപ്പോവും. എന്തായാലും 148.90 PL സപ്പോർട്ട് ഏരിയ ആണ്. ആ ഭാഗത്തേക്ക് നമ്മൾ 90% ആ ഭാഗത്തേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ബാക്കി 10% ഒരു കോൺഫിഡൻറ്റ് ലെവലിലാണ് ഇവിടെ നിന്ന് ഒരു എൻട്രി പാസ്സാക്കിയിരിക്കുന്നത്. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 153ആണ്. ആ 3 പോയിൻ്റ് താഴത്തോട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചാലും ആ സ്റ്റോപ്പ് ലോസ് ഇവിടെ നിന്ന് 193 നിന്ന് 195 വരെയും 2 പോയിൻ്റ് ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. ഇവിടെ അത്ര ഉറപ്പില്ലാത്തൊരു ഏരിയ ആണ്. രണ്ടാമത്തെ കേസ് ഇവിടെ 195 കിടപ്പുണ്ട്, ട്രിഗർ ആവാനായിട്ട് കിടപ്പുണ്ട്. മുമ്പ് അങ്ങനത്തെ പല സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, മുട്ടാതിരുന്നിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുട്ടിയില്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. 193 എന്താ പോവാഞ്ഞേ? പോട്ടെ, 195ലേക്ക് പോകേണ്ടതായിരുന്നു. എത്ര വരെ പോയിട്ടുണ്ട്? 193.90 വരെ പോയിട്ടുള്ളൂ. അതെന്തായാലും ശരിയായില്ല. അതൊട്ട് കിട്ടിയതുമില്ല. ഇവിടെ ഒരു പോയിന്റ് സ്റ്റോപ്പ് ലോസ് അടിക്കുകയും ചെയ്തു. 194.5 ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ
കിട്ടിയില്ല, വരും, വരാതിരിക്കില്ല. പിന്നെ നമുക്ക് പിടിക്കാം. ഇതിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, 190 ഹയർ വിക്കൊക്കെ ക്രിയേറ്റ് ചെയ്താൽ ഒരു ചാൻസ് കൂടെ ഉണ്ട്. അങ്ങനെ നമ്മൾ വിടാനായിട്ടുള്ള ഉദ്ദേശമൊന്നും നമുക്കില്ല. നമ്മുടെ കണക്കൂട്ടിലൊക്കെ കറക്റ്റ് തന്നെയാണ്. പക്ഷെ അത് മുട്ടാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുത്തരം ഈ പറഞ്ഞ പോലെ ക്യാൻഡിലിനോട് ചോദിക്കണം. കണക്കും പ്രകാരം ഈ ഒരു ക്യാൻഡിലിൻ്റെ ഓപ്പൺ 156ആണ്. ആ ക്യാൻഡിലിൻ്റെ ഓപ്പൺ 156ആണ്. ലോ വന്നേക്കണം 152. 4 പോയിൻ്റാണ് ഈ ക്യാൻഡിലിൽ ലോ ഉണ്ടായിരിക്കണേ. പ്രശ്നങ്ങളില്ല, അത് പോകണമെങ്കിൽ പൊക്കോട്ടെ, ഇപ്പുറത്ത് നമുക്ക് കിട്ടുമല്ലോ. നമുക്ക് ഏതെന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി. അങ്ങനെ മുട്ടാത്തതിലുള്ള ആ ഒരു പരിഭവം എന്തായാലും ഉണ്ടായിരുന്നു. നൂറ്റി 62 വന്ന് ഇപ്പം മുട്ടി നിൽക്കുന്നത്. അതായത് ഈ ഒരു യെല്ലോ ലൈൻ്റെ ഭാഗത്താണ് വന്ന് മുട്ടി നിൽക്കുന്നത്. ഇനി അത് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് നമ്മൾ പറഞ്ഞ 172 ഇട്ട് ഇത് നമ്മൾ ഇനിയും തിരിച്ചു വന്ന് ഇനി ഇവിടെ 2 പോയിന്റ് സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇവിടെ നിന്ന് തന്നെ പിന്നെ പിടിക്കാം. ഇപ്പോൾ വേണ്ട, ഇപ്പോൾ വെറുതെ ധൃതി പിടിച്ചിട്ട് കാര്യമില്ല. എന്തായാലും ഇങ്ങോട്ട് വരണം, ഈ ഭാഗത്തേക്ക് എന്തായാലും മാർക്കറ്റ് വരും. അതിനകത്ത് നമുക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് വരാതെ നമ്മളത് തിരിച്ച് പിടിക്കാതെ മുമ്പോട്ട് പോകത്തുമില്ല. ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. ഈ ക്രോസ് ഓവർ കണ്ടിട്ട് ചാടിക്കയറി നമ്മൾ പിയിലെടുത്തിട്ടും കാര്യമില്ല. ആ പിയിൽ ക്രോസ് ഓവർ വന്നിട്ടില്ല. ഇവിടെ എവിടെ പോയിട്ടുണ്ടോ അത് രണ്ടാമത് തിരിച്ച് പിടിച്ചിട്ടേ നമ്മൾ പോകത്തുള്ളൂ. അതാണ് നമ്മൾ വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരണം, വരാതിരിക്കാനായിട്ട് പറ്റത്തില്ല. ഇവിടെ പോയത് നമുക്ക് ഇവിടെ തന്നെ പിടിക്കണം. ആ ഒരു നമുക്ക് ഒരു ഉറപ്പുണ്ടാണ്. നമ്മുടെ ചാർട്ടിൽ നമുക്ക് തന്നെ ഒരു ഉറപ്പ് വേണം. അത് ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന് വേണ്ടി പോയേക്കണതാണ്, അല്ലാതെ വേറൊന്നുമല്ല. നമുക്കത് ഉറപ്പാണ് ഈ ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് വരും. ഈ ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് എന്തായാലും വരണം. ഇവിടെ 195 വരെ വരണം. അപ്പോൾ എന്താണ് അവിടെ ഗുണമുണ്ടായത്? വീണ്ടും കിട്ടി. ഇവിടെ നിന്ന് മൊത്തത്തിൽ കിട്ടിയില്ലെങ്കിലും ഈ ഒരു ക്യാൻഡലിൻ്റെ ബ്രേക്ക് വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് കിട്ടി. അപ്പോൾ നമ്മൾ രണ്ടാമത് വേറെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, 148 നമുക്ക് അടുത്ത ഒരു എൻട്രി. കാരണം ഇവിടെ നിന്ന് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് നമ്മളുടെ എൻട്രി പ്രൈസ് എന്ന് പറഞ്ഞാൽ 148. 148 നിന്നാണ് കുറച്ച് വലിവ് മുകളിലോട്ട് കിട്ടിയത്. ആ 148 എന്ത് ചെയ്യണം? കോസ്റ്റ് ടു കോസ്റ്റോ, ഇപ്പോൾ ആ വലിവിൽ കുറച്ച് പോയിന്റ് വിറ്റാലും കുഴപ്പമില്ല, ബാക്കി ഒരു പോയിന്റോ അല്ലെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെച്ചിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ ഇൻ ബിറ്റ്വീൻ സ്പേസ് ആണെന്ന് പറഞ്ഞു. നമുക്ക് രണ്ടാമത്തെ സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി 148 പറഞ്ഞു. അപ്പോൾ അതിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടെങ്കിലും അത് അവിടെ തന്നെ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് 196 വരെ പോയിട്ട് മാർക്കറ്റ് ഒന്ന് റിവേഴ്സായിട്ട് വന്ന് എന്താണെന്ന് വെച്ചിട്ട് കഴിഞ്ഞാൽ ഇവിടെ ആ സപ്പോർട്ട് എടുത്തത് കൊണ്ടാണ് ഇവിടെ മാർക്കറ്റ് 195 വരെ പോകുമെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. 48 48 4 52 അത് ഓൾറെഡി ഇവിടം വരെയൊക്കെ വന്നതാണ്. കൂടുതൽ ലോട്ട് സൈസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ മാക്സിമം കൊടുത്തിട്ട് ബാക്കി കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സിയിൽ 24,498 മുട്ടാനായിട്ട് കിടപ്പുണ്ട്. അങ്ങോട്ട് മുട്ടുമില്ലെന്ന് നോക്കാം. ഇതിപ്പോൾ കോസ്റ്റ് ടു കോസ്റ്റ് ആണെങ്കിലും നമുക്ക് വിഷയമില്ല, വീണ്ടും റീ എൻട്രി ഒക്കെ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സ്റ്റോപ്പ് ലോസ് ഇടാതിരിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും നമ്മൾ ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്താണെന്നൊന്ന് അനലൈസ് ചെയ്യട്ടെ. ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട്, വെറുതെ അല്ല. അവിടെ ഒരു മാർക്കറ്റ് കിടന്നിട്ട് സ്ട്രഗിൾ ചെയ്യണത് വേറൊന്നും കൊണ്ടല്ല. പ്രീവിയസ് ആയിട്ടുള്ള ഡേയുടെ ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട്, അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് മേളിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നത്.
നമ്മൾ കുറച്ചും കൂടെ നേരത്തെ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യേണ്ടതായിരുന്നു. ഇവിടെ നിന്നുള്ള മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ 205 വരെ മാർക്കറ്റ് പോകും. അല്ല, ആദ്യത്തെ റിജക്ഷൻ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബൈ മിസ്റ്റേക്കാണ്. നമ്മൾ കുറച്ച് ഡീറ്റെയിൽ അനലൈസ് ചെയ്യേണ്ടതായിരുന്നു. കാരണം എല്ലാം ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ സ്ട്രൈക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടില്ല. അപ്പം അതും കൂടെ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, 204, 205. അപ്പം അതാണ് നമ്മൾ ഈ ദൈവം എന്ന് പറഞ്ഞൊരാൾ കൂടെ ഉണ്ട് എന്ന് നമ്മൾ പറയണതിൻ്റെ കാര്യം ഇതാണ്. അവിടെ സ്ട്രഗിൾ ചെയ്ത് നിന്നപ്പോഴത്തേക്കും നമുക്ക് എന്തോ കാര്യമുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. 205 അത് ട്രെയിൽ ചെയ്ത് വെച്ചാലും ഒരു നഷ്ടവും സംഭവിക്കാൻ പോകില്ല. ഇവിടെ നിന്ന് മൂവ് ചെയ്താൽ പോകുന്നത് 215 മാർക്കറ്റ് പോകുന്നത്. ഈ മൂവ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 215 പോകുന്നത്. ഇപ്പോൾ 208, 209, 210, 211, 212, 216, 217, 219. ഇനി വേറെ എന്താ ഉള്ളത്? 225, 215. എൻ്റെ പൊന്നോ. സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ടൊക്കെ ഇട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. 225 അടുത്ത റിജക്ഷൻ കിടക്കണേ. നിലവിലുള്ള ക്യാൻഡലിൻ്റെ ലോവിലേക്ക് വേണമെങ്കിൽ ട്രെയിൽ ചെയ്ത് വെക്കാം. 212 6 പോയിൻറ്റിൻ്റെ വ്യത്യാസമുള്ളൂ. കാരണം താഴെ ഒരു ഗ്യാപ്പ് കിടപ്പുണ്ട്. ഏത് നിമിഷവും മാർക്കറ്റ് നിലവിലുള്ള ക്യാൻഡലിൻ്റെ ലോവിലേക്ക് വരും. ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത റിജക്ഷൻ പോയിന്റ് 225. 10 പോയിൻറ്റും കൂടെ കൂടുതൽ കിട്ടും, ഇല്ലെങ്കിൽ 6 പോയിൻറ്റ് പോകും. അതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി ഓൾമോസ്റ്റ് ഡണ്ണാണ്. നമ്മൾ ചാർട്ടിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും റെസ്പെക്റ്റ് ചെയ്യാനും ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചാർട്ട് വൈഡനിങ് ചെയ്യാനും നമുക്കത് നോക്കി വെക്കാനും സാധിച്ചെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചാർട്ടിനെ റെസ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ചാർട്ട് നമ്മളെ വിളിച്ച് കാണിച്ചു തന്നതാണ്. അവിടെ ഇപ്പം നിങ്ങൾ പിയിലേക്ക് പോകണ്ട, സിയിലേക്ക് തന്നെ പോകണം. അപ്പം എന്താണ് അവിടുത്തെ റീസൺ? അത് മനസ്സിൽ തോന്നിയതാണ്. എന്തോ കാര്യമുണ്ട് സിയിൽ. അതാണ് ആ ചാർട്ട് വൈഡനിങ് ചെയ്ത് നോക്കാനും ആ ഒരു ഗ്യാപ്പ് നമുക്ക് കാണാനും സാധിച്ചത്. 223.10 വരെ പോയിട്ടുള്ളൂ. 223 പ്രശ്നങ്ങളില്ല. കാരണം 225 ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോകണം. അപ്പോൾ ഓൾമോസ്റ്റ് ഡണ്ണാണ് ഇന്നത്തെ ട്രേഡ്. വളരെ മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ്. എല്ലാത്തിൻ്റെയും സ്റ്റോപ്പ് ലോസ് 1ഉം 2ഉം പോയിൻറ്റും വെച്ചിട്ടേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. സാധാരണ നമ്മൾ 5 പോയിൻറ്റ് 8 പോയിൻ്റൊക്കെ ഇട്ട് വെച്ചിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇന്ന് നമ്മൾ മസ്റ്റായിട്ടും എല്ലാത്തിൻ്റെയും സ്റ്റോപ്പ് ലോസ് 2 പോയിൻറ്റ് 3 പോയിൻറ്റ് വെച്ചിട്ട് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ 3 ട്രേഡിലായിട്ടാണെങ്കിലും നമുക്ക് ക്വിക്കായിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നിലവിലുള്ള രോവോ 210 ഒക്കെ ട്രെയിൽ ചെയ്ത് അങ്ങ് വെച്ചിട്ട് കയ്യും കെട്ടി ഇരിക്കുക. ട്രെയിൽ ചെയ്ത് വെക്കും. ഒരിക്കലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് താഴത്തുള്ളത് കയറ്റി വെക്കാനായിട്ട് നിൽക്കരുത്. 215 14 താഴത്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ടെൻഷൻ അടിക്കേണ്ട കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ ഈ ഭാഗത്ത് സേഫായിട്ട് ഇറങ്ങാം. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആരും ഒന്നും പറയാൻ പോകുന്നില്ല. 15 മിനിറ്റിൽ എന്താണ് അവസ്ഥയെന്ന് നോക്കട്ടെ. കൺസോളേഷൻ സോണാണ് 15 മിനിറ്റിൽ. 225 മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടില്ല. 225 ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റ് പോകാനുള്ളത് 247. അപ്പോൾ ഏതാണ്ടൊക്കെ കൺസോളേഷൻ സോണാണ്. വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ 170 നിന്നുള്ള എൻട്രിയാണ്. 3 ട്രേഡിലായിട്ടാണ്. അവിടെ ഇവിടെയും പൊടിപ്പും തൊങ്ങലൊക്കെ എടുത്തൊന്നും നമ്മൾ കൂട്ടണ്ട. 3 ട്രേഡിലാണ്. 170 നിന്ന് 218. അത് 225 അടുത്ത ട്രിഗർ പ്രൈസ് ആയിട്ട് കിടക്കണേ. അവിടെയും ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് പിന്നെ പോണത് 242 ഇട്ടായിരിക്കും.
225 ഒരു ട്രിഗർ പ്രൈസാണ്. 225 ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റ് പോണത് 241 അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വൈറ്റ് ഡോട്ടും ഉണ്ട്, അതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ഏരിയ ആണ്. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ 9:40 അടുത്ത 5 മിനിറ്റ് ക്യാൻഡിൽ സെറ്റിൽ ആവാനുള്ള ടൈമാണ്. അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ഒരു 225 224 പോയിൻറ്റ് സംതിങ് ഒക്കെ പോയിട്ട് അത് തിരിച്ച് 212 വന്നിട്ട് അവിടെ സ്റ്റോറേജ് ആവാം. ഇല്ലാന്നുണ്ടെങ്കിൽ 225 ബ്രേക്ക് ചെയ്തിട്ട് 225 ബ്രേക്ക് ചെയ്തിട്ട് 247 മാർക്കറ്റ് പോകുന്നത്. ഓക്കെ, ആ ഒരു ടാർഗറ്റും ഈസി ആയിട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് നമുക്ക് അങ്ങനെ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുള്ളപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് അങ്ങനെ ട്രെയിൽ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാം. നമ്മൾ 21 പോയിൻ്റാണ് നമ്മളിന്ന് ആഗ്രഹിച്ചത്. 170 നിന്ന് 3 ട്രേഡിലായിട്ടാണെങ്കിലും നിങ്ങളൊരു 10-30 പോയിൻ്റ് ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് കയ്യും കെട്ടി അവിടെ ഇട്ടേക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി പോണത്തോളം പോട്ടെ എന്ന് വിചാരിക്കണം. ഒറ്റയടിക്കൊന്ന് മാർക്കറ്റ് കയറി പോകുമെന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. നെക്സ്റ്റ് ക്യാൻഡിൽ 9:45 ക്യാൻഡിൽ ഇവിടെ നിന്നൊന്ന് മൂവ്മെൻ്റ് ആയിക്കഴിഞ്ഞാൽ 247 ആയിരിക്കും അടുത്ത കൺസോൾട്ടേഷൻ സോണായിട്ട് മാർക്കറ്റ് വരാനായിട്ടുള്ള ഏരിയ. അപ്പോൾ അതാണ് നമ്മളെവിടെ പോയാലും നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചാർട്ടിനെ ചെയ്തു കഴിഞ്ഞാൽ ചാർട്ട് നമ്മളെയും തിരിച്ച് ബഹുമാനിക്കും. നമുക്കൊരു റോങ് സൈഡിലേക്ക് നമ്മൾ പോകാനുള്ള തീരുമാനമാണെന്നുണ്ടെങ്കിൽ ചാർട്ട് നമ്മളെങ്ങനെയെങ്കിലും കറങ്ങിത്തിരിഞ്ഞ് റൈറ്റ് പാത്തിൽ കൊണ്ടുവരും. അതാണ് ഞാൻ പറയുന്നത്, ചാർട്ടിന് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, ബഹുമാനിക്കണം എന്ന് പറയുന്നതിൻ്റെ അതിലേറ്റവും വലിയ ഉദാഹരണമാണ് ചാർട്ട് നമുക്കിന്ന് കാണിച്ചു തന്നത്. അപ്പോൾ എനിവേ 225 ആണ്. കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പ് വരാം, ഇപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് ഡിസ്കഷനോ ലൈവ് ആയതുകൊണ്ട് മാത്രമാണ് പെട്ടെന്ന് ഈ ഒരു ഏരിയ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിച്ചത്. നേരെ മറിച്ച് ഒറ്റക്ക് ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പ് വരാം, ഇങ്ങനെ ക്വിക്കായിട്ടുള്ള ആക്ഷൻസ് ഒന്നും എടുക്കാനായിട്ട് അത്ര പോസിബിലിറ്റി ഉള്ള കാര്യങ്ങളല്ല. അല്ലെങ്കിൽ സ്ട്രിക്റ്റായിട്ട് ഒരു പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇടണം നമ്മളങ്ങനെ പറയാറില്ല. പക്ഷേ ഇന്ന് എന്തോ ഒരു പോയിൻ്റാണ് എല്ലാത്തിലും സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടത്. അപ്പം എങ്ങനെ പോയാലും നമുക്കിന്ന് ലോസ് വരേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ രാവിലെ പറഞ്ഞ ഒരു വാക്ക് 21 പോയിൻ്റാണ് എൻ്റെ ടാർഗറ്റ്, ബട്ട് 225 വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചാർട്ടിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ട്രേഡിങ് ലൈവ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എനിവേ പിന്നെ രണ്ടാമത് ചെയ്യാൻ പറ്റുന്നൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ 170 നിന്ന് എടുത്തിട്ട് അതിൽ കൂടുതൽ പോയിൻ്റ് ഉണ്ടെങ്കിൽ, ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 70 നിന്ന് 92, 92ൻ്റെ മേലെ ഉള്ളത് 207. അപ്പോൾ ഒരു 200ൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രം എക്സിറ്റ് ആവാന്നുള്ള കാര്യമുള്ളൂ. കാരണം നെക്സ്റ്റ് ക്യാൻഡിൽ സെറ്റിൽ ആവാനുള്ള ടൈമുണ്ട്. അത് കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കുന്ന 212 അവിടെ ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്തിട്ട് ഒരു ബ്രേക്ക് കിട്ടിയാലായിരിക്കും മാർക്കറ്റ് 247 മാർക്കറ്റ് മൂവ് അപ്പ് ആവുന്നത്. RSI സ്റ്റിൽ അപ്പർ സൈഡാണ്. 5 മിനിറ്റിൻ്റെ RSI അപ്പർ സൈഡിലേക്കാണ്. അടുത്തൊരു ബിഗ് മൂവ്മെൻറ്റിനുള്ള സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. 230 ഓൾറെഡി ട്രെയിൽ ചെയ്ത് നിൽപ്പുണ്ട്. 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ 230 നിൽപ്പുണ്ട്. 230 മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് പോകാനുള്ളത് 246. അപ്പോൾ 230 ബ്രേക്ക് ചെയ്യാനായിട്ട് വളരെ 2-3 ദിവസത്തെ ബ്രേക്കൗട്ട് സ്റ്റേജാണ്. 220, 230, 220 ഒരു ലൈൻ കിടപ്പുണ്ട്, 230 ഒരു ലൈൻ കിടപ്പുണ്ട്. ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണെങ്കിൽ മാർക്കറ്റ് അടുത്ത ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഏരിയാസാണ്. ഒന്ന് 246 പിന്നെയുള്ള ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 261. അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 230 നിന്ന് റിവേഴ്സ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. RSI 5 മിനിറ്റിൻ്റെ RSI ക്രോസ് ഓവർ ആവുന്നത് വരെ ഇത് ഹോൾഡ് ചെയ്യാം എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ്. പക്ഷേ 230 കൂടെ ബ്രേക്ക് ചെയ്ത് പോയാലാണ് മാർക്കറ്റ് 246 261 പോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് ട്രെയിൽ ചെയ്ത് വെച്ചിട്ടാണെങ്കിലും വെയിറ്റ് ചെയ്യണമെന്നുള്ളവർക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഞാൻ വീഡിയോ പോസേ ചെയ്യുന്നുള്ളൂ, ക്ലോസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത്. അപ്പോൾ 205 210 താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ എവിടെയാണ് ഒരു സപ്പോർട്ട് ലൈൻ ഉള്ളത്? $213 താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രം ടെൻഷൻ അടിച്ചാൽ മതി. അല്ലെങ്കിൽ അവിടെ നമുക്ക് വേണമെങ്കിൽ വിടാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സാധനം ഹോൾഡ് ചെയ്ത് 246 ഇട്ടോ 230, 246, 261 അടുത്ത ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 261 പിന്നെയും വേണമെന്നുണ്ടെങ്കിൽ ഈ 355 കിടക്കണേ.
അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ 355 അപ്പോൾ ഈ RSI ക്രോസ് ഓവർ ആവുന്നവരെ നമുക്ക് ഹോൾഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ 213 വൈൻഡ് അപ്പ് ചെയ്യാം. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, 230 മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് 2 മിനിറ്റിലേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്താൽ കുറച്ചും കൂടെ അക്യുറസി ആയിട്ട് അറിയാൻ പറ്റും. 2 മിനിറ്റിൽ ഒരു ക്രോസ് ഓവറാണ്. ഈ ക്രോസ് ഓവർ ഏതിന് താഴത്തോട്ട് വന്നാൽ ഡൗൺ ആവും? 220 താഴത്തോട്ട് വന്നാൽ ഡൗൺ ആവും. അപ്പോൾ 230 വളരെ സേഫ് ആയിട്ടുള്ള ഒരു സോണാണ്. RSI 2 മിനിറ്റിൽ ക്രോസ് ഓവർ താഴത്തേക്ക് വന്നു. പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താ? 130 സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ 124 5 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ്. റിസ്ക് എടുക്കാൻ അവിടുത്തെ ഒരു 5 പോയിൻ്റ്. ഇപ്പോൾ നമ്മൾ 230 അത് ട്രിഗർ പോയിൻ്റ് ആണ്. ആ 230 സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് പിയിൽ ട്രേഡ് എടുക്കാം. 130 ട്രേഡ് എടുക്കാം. സ്റ്റോപ്പ് ലോസ് ഒരു 5 പോയിൻ്റ്. ആ 5 പോയിൻ്റ് പോയാലും അത് നമ്മളൊരു ദാനമായിട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതെവിടം വരെ പോകാം? 148 വരെ പോവാം. അപ്പോൾ നേരെ മറിച്ച് ഇത് സ്റ്റോപ്പ് ലോസ് അടിച്ചാലോ? ഇവിടെ റിസ്ക് ആണ്, ഒരിക്കലും എൻട്രി പോയിൻ്റ് അല്ല, റിസ്ക് തന്നെയാണ്. പിന്നെ 5 പോയിൻ്റ് വിട്ടുകൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് വിട്ടുകൊടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 230 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് പോകുന്നത് 246 അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ 5 പോയിൻ്റ് തിരിച്ചിവിടെ പിടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പിടിക്കാം. ഞാൻ എന്തായാലും എൻ്റെ പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് ഡണ്ണാണ്. ഇതൊരു 5 പോയിൻ്റ് വിട്ടുകൊടുക്കുകയാണ്. ആ 5 പോയിൻ്റ് പോയാൽ ഇവിടെ കിട്ടുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും 3 മണിക്കാണെങ്കിലും നമുക്ക് തിരിച്ചു പിടിക്കാം. ഈ പറഞ്ഞ എൻട്രി റിസ്കി എൻട്രി ആണ്. മറ്റേത് 230 മുട്ടുമ്പോഴായിരുന്നു ശരിക്കും ഇപ്പുറത്തെ എൻട്രി എടുക്കേണ്ടതിരുന്നത്. പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ ഇതിന് താഴത്തോട്ട് ഫാളാവണം. അതിനൊപ്പം തന്നെ ഇത് ഈ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഇത് ഫാളിന് ചാൻസസ് ഉള്ളൂ. കാരണം ഇവിടെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യവും നടന്നിട്ടില്ല. പിയിൽ RSI ഇതുവരെ ക്രോസ് ഓവറോ അല്ലെങ്കിൽ ഗ്രീൻ ലോക്കോ കയറിയിട്ടില്ല. പിന്നെ ഇവിടെ 130 റിജക്ഷൻ ആയപ്പോൾ അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഒരു പരീക്ഷണഘട്ടം നമ്മൾ നടത്തിയത്. അപ്പോൾ നമ്മൾ പറഞ്ഞ വേറൊന്നുമല്ല, ഇപ്പോൾ മെജോറിറ്റി ആൾക്കാർക്കുള്ള ഒരു അഡ്വൈസ് കൂടെയാണ്. നമ്മളെപ്പോഴും ഒരു ഡബിൾ ചാർട്ട് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്ര അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ ഇവിടെ നമ്മളൊരു എൻട്രി എടുത്തു, നമ്മൾ ഒരു പോയിൻ്റാണ് സ്റ്റോപ്പ് ലോസ് വെച്ചത്. അപ്പോൾ സിയും അല്ലെങ്കിൽ നറുക്കിട്ടിട്ടൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട്. രാവിലെ ടോസ് ഇട്ടിട്ട് ഇന്ന് സി ആണോ അല്ലെങ്കിൽ ഇന്ന് പി ആണോ എന്ന് തീരുമാനിക്കുന്ന ആൾക്കാരുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ സി മാത്രം എടുത്തു വെക്കും. ഒരു വൈഡ് സ്ക്രീനങ്ങ് ഇങ്ങനെ ഓൺ ചെയ്ത് അങ്ങ് വെക്കും. ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇടും. എന്നിട്ട് എന്ത് ചെയ്യും? ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇങ്ങനെ പോകണനുസരിച്ചിട്ട് അത് ഹോൾഡ് ചെയ്ത് കൊണ്ടുവരും. താഴത്തുനിന്ന് ആവറേജ് ചെയ്യും. അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ പലരും ചെയ്യും. അപ്പോൾ നമ്മൾ ആ സിസ്റ്റം എന്തുകൊണ്ട് മാറ്റിയെന്ന് വെച്ചാൽ നമ്മളൊന്ന് വൈഡറിങ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഈ ഏരിയയിൽ നിന്നാണ് നമ്മൾ പി എടുത്ത്. അപ്പോൾ ഇവിടെ താഴത്തോട്ട് സ്റ്റോപ്പ് ലോസ് അടിക്കുവാണെങ്കിൽ അപ്പോൾ നമുക്കിവിടെ എന്ത് മനസ്സിലായി? ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് മാർക്കറ്റ് പോകണം. അപ്പോൾ എന്താണ്? ഫ്യൂച്ചറോ ഇൻഡെക്സോ നോക്കി മാത്രം ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് സ്ട്രൈക്കിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പുള്ള കാര്യം അറിയില്ല. അവരതെന്ത് ചെയ്യും? സി തന്നെ എടുത്തു വെച്ചിട്ട് ഹോൾഡ് ചെയ്യും. കാരണം ഫ്യൂച്ചർ ചാർട്ടിൽ ഓൾമോസ്റ്റ് ഇവിടെ ഒരു ഐഡൻറ്റിഫിക്കേഷനും ഇല്ല. ഇവിടെ നിന്ന് ബ്രേക്കൗട്ടായി പോകുന്ന ഇൻഡെക്സിലോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലോ ഒരു ഐഡിയ ഇല്ല. ഇവിടെ നിന്ന് എന്തുകൊണ്ടാണ് ഈ ബ്രേക്കൗട്ട് ഇത്രയും പോയതെന്ന് ഈ പ്രൈസ് ആക്ഷൻ വെച്ച് നോക്കിയാലോ അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് നോക്കിയാലോ ഒരു ഐഡിയയും കിട്ടില്ല. പക്ഷെ നമുക്ക് എന്തുകൊണ്ടത് മനസ്സിലായി? നമുക്കിവിടെ ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പ് എന്തായാലും ഫില്ല് ചെയ്യാൻ പോകും എന്നുള്ളൊരു ഐഡിയ നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ എന്താ അതിൻ്റെ ഇരട്ടി നമുക്കിവിടെ കിട്ടിയില്ലേ? 3 ട്രേഡിൽ മാക്സിമം എത്ര പോയിൻ്റ് കിട്ടിയിട്ടുണ്ടാവും?
3 ട്രേഡ്, അത് 3 ട്രേഡും എല്ലാം നമ്മൾ ബ്രേക്ക് ഔട്ടിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ 70 നിന്നാണ് എൻട്രി എടുത്ത് തുടങ്ങിയ. അപ്പോൾ 70 മൈനസ് 230, 70 70ആണല്ലോ, 170 അല്ലേ? 170, സോറി. അപ്പോൾ 230 ട്രിഗർ പ്രൈസ് കറക്റ്റ്, മൈനസ് 170, 60 പോയിൻ്റാണ് ഇവിടെ കിട്ടിയത്. അപ്പോൾ ഇതിനകത്ത് 3 പോയിൻ്റ് വെച്ചിട്ട് അതായത് പിന്നെയും താഴത്തോട്ട് പോകണ്ടല്ലോ, ഉറപ്പൊന്നും ആയിട്ടില്ല. അവിടെ 235 എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. അപ്പോൾ എന്താ, 230 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 231 ബ്രേക്ക് ചെയ്ത് 235 പോകും. അപ്പോൾ ഇവിടെ 230 ബ്രേക്ക് ചെയ്തിട്ടില്ല, പക്ഷേ പിയിൽ ഇവിടെ ഒരു ഡംപ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താ മനസ്സിലാക്കണ്ടേ, ഈ ഡംപ് ഒരു ഡമ്പല്ല, അതൊരു ഫേക്ക് ഡമ്പാണ്. ആ ഫേക്ക് ഡംപ് എങ്ങനെയാണ് അനലൈസ് ചെയ്തത്? ഇപ്പുറത്ത് അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ടില്ല. അപ്പോൾ അത്രയും പോകാത്തിടത്തോളം കാലം ഇതൊരു ഡമ്പാണെന്ന് നമുക്ക് ഒരിക്കലും പറയാനും പറ്റത്തില്ല. ഇവിടെ നിന്ന് എത്ര പോയിന്റ് കിട്ടിയിട്ടുണ്ട്? 200, 125, 120 എന്നാണെങ്കിൽ 132, 7 പോയിന്റാണ്. അത് ട്രെയിൽ ചെയ്ത് വെച്ചോ, കോസ്റ്റ് വെച്ചോ, അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ്. RSI സ്റ്റിൽ പീക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. എനിവേ ഇപ്പം തന്നെ 1 മണിക്കൂറായി. അപ്പോൾ നമ്മൾ സ്ട്രൈക്ക് വെച്ചിട്ടാണെങ്കിലും ഏത് വെച്ചിട്ടാണെങ്കിലും നോക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജും അതിൻ്റെ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ടൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യണം. 240 എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. അപ്പോൾ സ്ട്രാറ്റജി ഫോളോ ചെയ്യണം. അപ്പോൾ അതിലെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒരു കോൾ എടുക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ടിപ്പ് എടുക്കുന്ന വ്യക്തികൾക്കൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അവർ ജീവിതാവസാനം വരെ കോളും ടിപ്പും എടുത്തിട്ട് ലൈഫ് സ്പോയിൽ ചെയ്യും എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ലൈവ് മെൻറ്റർഷിപ്പിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ഇപ്പോഴും തിരിച്ചറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ കറങ്ങി തിരിഞ്ഞ ആളുകളൊക്കെ വരട്ടെ, നമ്മളായിട്ട് ഒരാളെയും വായോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട്. ആ സമയത്ത് എത്തേണ്ടടുത്ത് എത്തിപ്പെടും. നമ്മളായിട്ട് ഒരാളെയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താനെ പഴുക്കുന്നതിൻ്റെ സ്വാദും തല്ലിപ്പഴിപ്പിച്ച് തിന്നുന്നതിൻ്റെ സ്വാദും വ്യത്യാസമുണ്ട്. അപ്പോൾ എനിവേ കൂടുതലൊന്നും പറയാനില്ല. നമ്മൾ 2:30 നമ്മുടെ ട്രേഡ് അവസാനിപ്പിച്ചു. എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. നമുക്കിനി 2:45 ലൈവിൽ നമുക്ക് മീറ്റ് ചെയ്യാം. എനിവേ ഓൾ ദി ബെസ്റ്റ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ 231 തൊട്ട് 235, 40 വരെയുള്ള ഒരു സ്പേസ് കൂടെ കിടപ്പുണ്ട്. അതിൻ്റെ മൂവ്മെൻറ്റും കൂടെ വേണമെങ്കിൽ നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നോക്കുക, മനസ്സിലാക്കുക. എനിവേ ഓൾ ദി ബെസ്റ്റ്.